നിങ്ങൾക്ക് എൻ്റെ റൈറ്റ് സൈഡ് മിററിൽ നോക്കിയാൽ കാണാം വേഴ്സസ് 1000-ൻ്റെ ആ ഒരു ബ്യൂട്ടി. എൻ്റെ ചുറ്റും സൂപ്പർ ബൈക്സ് ആണ്. സൈഡിൽ 2 GS, ബാക്കിൽ ഹാർലി, ലെഫ്റ്റിൽ കവാസാക്കി. ഞാനിങ്ങനെ ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സോസ് സൗണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഐഡിൽ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു ഫീലാണ് കേട്ടോ കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സ്പോക്ക് വീൽസ് ആണ്, അതുപോലെ തന്നെ ബ്രംബോ ബ്രേക്സ് വരുന്നുണ്ട്. ആൻഡ് സിംഗിൾ സൈഡ് സിംഗാം ആണ് വിത്ത് ചെയിൻ അല്ല, ഇതിന് ഷാഫ്റ്റ് ആണ് കേട്ടോ ഡ്രൈവ് വരുന്നത്. ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. സോ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ ഓഫ് യു. നമ്മുടെ ഫ്ലൈയിങ് ഈഗിൾ മോട്ടോർ ഹബ്ബ് ഒരു റൈഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റൈഡിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, പണ്ട് ഞാൻ ഇതുപോലെ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ സമയത്ത് ശംഖുമുഖത്ത് എപ്പോഴും പോകുമായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അവിടെ സൂപ്പർ ബൈക്സ് വരും, അപ്പോൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഞാൻ എൻ്റെ ബൈക്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ടീമുമായിട്ട് റൈഡിന് ഇറങ്ങുകയാണ്. എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫ്ലൈയിങ് ഈഗിൾ ഫോർ മേക്കിംഗ് സം ഇവൻറ്റ്സ് ലൈക്ക് ദിസ്. അവരിങ്ങനെ ഓരോ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത് ആക്ച്വലി നല്ല ഒരു കാര്യമാണ്. ബിക്കോസ് നമുക്കിങ്ങനെ പലരുമായിട്ട് നമുക്ക് കാണാനും ഇൻട്രാക്ട് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ബ്രദർഹുഡും ഒക്കെ നമുക്ക് ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല അവസരമാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള ഓരോ അവസരങ്ങൾ പാഴാക്കാതെ എല്ലാത്തിലും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഇപ്പോൾ ഞാൻ ഹൈവേയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ തിരുവല്ലം ടോളിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ വെച്ചാണ് മീറ്റിംഗ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഓൾമോസ്റ്റ് ഒരു 7:30 ആകുമ്പോഴത്തേക്കും എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടെ എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. ഒരു അടിപൊളി സൺറൈസ്, ഒരു രക്ഷയില്ല. ഇവിടെ ആ ഒരു മേഘത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ ലൈറ്റ് വരുന്നതിനായിട്ട് കാണാം, നല്ല വ്യൂ. അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി എന്താ പരിപാടി എന്നുള്ളത് നോക്കാം. അങ്ങനെ ഹൈവേയിലെത്തി. ഇത്രയും വണ്ടിയിൽ വന്നിട്ടുണ്ട്, ബാക്കി വെയിറ്റിംഗ് ആണ്. അപ്പോൾ വന്നിട്ട് നമുക്ക് ബസ് തുടങ്ങാം. ഒരു C800 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാട്ടോ ബൈക്സ്. നമ്മുടെ C800 കാണാം, അതുപോലെ തന്നെ Enduro 390R കാണാം, Duke 200 കാണാം. അതുപോലെ തന്നെ ഈ കാണുന്നത് ഹോണ്ടയുടെ 750 ഹോർണറ്റ് ആണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് 3 1300 GS ആണ്. നൈസ് ആണ് കേട്ടോ ബൈക്ക്. നമുക്കിപ്പോൾ അടുത്ത് വെച്ച് ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സ്പോക്ക് വീൽസ് ആണ്, അതുപോലെ തന്നെ ബ്രംബോ ബ്രേക്സ് വരുന്നുണ്ട്. ആൻഡ് സിംഗിൾ സൈഡ് സിംഗാം ആണ് വിത്ത് ചെയിൻ അല്ല, ഇതിന് ഷാഫ്റ്റ് ആണ് കേട്ടോ ഡ്രൈവ് വരുന്നത്. ടൂറിങ് ആക്സറീസ് എല്ലാം വെച്ചിട്ടുണ്ട്. ആൻഡ് ബോക്സർ എഞ്ചിനാണ് കേട്ടോ ഇത്. അപ്പോൾ 2 സൈഡിലായിട്ടാണ് സിലിണ്ടർ വരുന്നത്, നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ ഈ ബൈക്കൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇനി കുറച്ച് ടൈമും കൂടെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നു. കുറച്ച് വേണ്ടി ഇനി വരാനുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരും കൂടെ എത്തിയിട്ട് നമുക്ക് നേരെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതാണ് ലൈനപ്പ്. കവാസാക്കിയുടെ വേഴ്സസ് 1000 നിങ്ങൾക്ക് കാണാം. ഞാനും ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ഇത്രയും അടുത്ത് കാണുന്നത്. നൈസ് ബൈക്ക് ആണ് കേട്ടോ, നല്ല കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. നല്ല വലിയ വൈഡർ സീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ബൈക്ക് എടുത്തിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഫസ്റ്റ് പ്ലാൻ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ശംഖുമുഖത്താണ്. അവിടെയും ചെന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നേരെ വെട്ടുകാട് നേരെ തുമ്പയും നേരെ കഴക്കൂട്ടം, അവിടെ നേരെ വെൺപാലവട്ടം നമ്മുടെ ഫ്ലൈയിങ് ഈഗിൾ മോട്ടോർ ഹബിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓടിക്കാം. ഓക്കെ, അങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന പുള്ളിയാണ് നമ്മളെ ഹെഡ് ചെയ്യുന്നത്. പുള്ളിയുടെ ബാക്കിലാണ് നമ്മളെല്ലാവരും വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ റൈറ്റ് സൈഡ് മിററിൽ നോക്കിയാൽ കാണാം വേഴ്സസ് 1000-ൻ്റെ ആ ഒരു ബ്യൂട്ടി, ആ ഡബിൾ ഹെഡ് ലാമ്പ്, ഒരു രക്ഷയില്ല കേട്ടോ അത് കാണാൻ. സൂപ്പർ ബൈക്സ് പലതും ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ഡുവൽ ഹെഡ് ലാമ്പ് എന്നുള്ള ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ മാറി വരികയാണ്. പക്ഷേ കവാസാക്കി സ്റ്റിൽ അവരുടെ പല മോഡൽസിലും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്, കാണുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. ഈ മിററിൽ ഇങ്ങനെ പ്രത്യേകിച്ച് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ശംഖുമുഖത്താണ്. സോ എല്ലാവരും തന്നെ അത്യാവശ്യം സേഫ് ഡിസ്റ്റൻസ് ഒക്കെ തമ്മിൽ കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഇനിയിപ്പോൾ അടുത്ത എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ഞാനിതുപോലെ മിറേഴ്സിൽ കൂടെ ഇങ്ങനെ സൂപ്പർ ബൈക്സിനെയൊക്കെ നോക്കി മീൻസ് ഫ്രണ്ട് നോക്കാതെയല്ല, ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒന്ന് മിററിൽ നോക്കി ഒന്ന് എൻജോയ് ചെയ്ത് വരികയാണ്. ഓക്കെ, മിററിൽ ഒരു 1300 GS വരുന്നുണ്ട്. വാവ്, നൈസ്. നമ്മുടെ 650 റോയൽ എൻഫീൽഡ് പോകുന്നുണ്ട്. പിന്നെ ബാക്കിലൊരു ഹാർലി വരുന്നുണ്ട്, സൗണ്ട് എനിക്ക് നന്നായിട്ട് കേൾക്കാം.
ഓക്കെ, എൻ്റെ ചുറ്റും സൂപ്പർ ബൈക്സാണ്. സൈഡിൽ 2 GS, ബാക്കിൽ ഹാർലി, ലെഫ്റ്റിൽ കവാസാക്കി, എല്ലാവരും ഉണ്ട്. ഞാനിങ്ങനെ ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സോസ് സൗണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഐഡിൽ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു ഫീലാണ് കേട്ടോ കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഈ ഒരു ബോക്സർ എഞ്ചിൻ്റെ സൗണ്ട് ഞാനിപ്പോഴാണ് ഇത് ഇത്രത്തോളം എൻജോയ് ചെയ്ത് കേൾക്കുന്നത്. അധികം സമയമൊന്നും ഞാനങ്ങനെ മുമ്പ് കേട്ടില്ല. പ്രത്യേകിച്ച് ഈ ഒരു എഞ്ചിൻ ഒരുപാട് ഹെൽ ഔടൊന്നും അല്ല, ബട്ട് സ്റ്റിൽ കൊള്ളാം, കേൾക്കാൻ കൊള്ളാം. എക്സോസ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ട് ഇത്തിരി സ്ട്രെച്ച് റോഡാണ്. സൂപ്പർ ബൈക്സൊക്കെ ഇപ്പോൾ പറന്നു പോകുന്നതാണ്. യെസ്, പറഞ്ഞതുപോലെ തന്നെ. ഈ ഹാർലിയുടെ സൗണ്ടാണ് കേട്ടോ നമ്മൾ ഇത്ര നേരം കേട്ടോണ്ട് വന്നത്. പിന്നെ ഇതുപോലെ സൂപ്പർ ബൈക്സിലൂടെയൊക്കെ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ബൈക്സ് പുള്ളി ചെയ്യുന്നത് കണ്ടിട്ട് ഒരിക്കലും നമ്മുടെ ബൈക്ക് അതിൻ്റെ കൂടെ വെച്ച് പിടിക്കാനോ അതിൻ്റെ കൂടെ റേസ് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത്. നമ്മുടെ ബൈക്സ് ചിലപ്പം ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, എൻ്റെ ബൈക്ക് 80 പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ബൈക്സിനൊക്കെ ആ ഒരു സ്പീഡെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. മാത്രമല്ല അവർ ബ്രേക്ക് ചെയ്താലും ബെറ്റർ ബ്രേക്സാണ് അതിലിരിക്കുന്നത്, അവിടെ നിന്നോളും. പക്ഷേ നമ്മുടെ ബൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹൈ സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് ചെയ്ത് അത്രത്തോളം എഫിഷ്യൻ ബ്രേക്കിംഗ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ ബൈക്കും ബാക്കി സിറ്റുവേഷൻസും എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം ഓടിക്കുക, ഒരിക്കലും റേസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ രസമാണ്. ഇതുപോലെ എക്സോസ് സൗണ്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് സൂപ്പർ ബൈക്സിൻ്റെ കൂടെ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ രസമാണ്. പക്ഷേ ഒരിക്കലും അതിൻ്റെ കൂടെ വെച്ച് പിടിക്കാനൊന്നും നോക്കാതിരിക്കുക, സേഫായിട്ട് ഓടിക്കുക എല്ലാവരും. ഹോർണറ്റിൻ്റെ 750 ആട്ടോ പോയത്. യെസ്, GS നൈസ് ബൈക്കാണ്, ബട്ട് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇവിടെ ശംഖുമുഖത്തെത്തി. ഇനിയിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ലൈനപ്പ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു യു ടേൺ ചെയ്തിട്ട് ആ സൈഡിൽ എല്ലാവരും പാർക്ക് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, അപ്പോൾ ഇതാട്ടോ നമ്മുടെ ലൈനപ്പ്. എൻ്റെ ബൈക്ക് മാത്രമല്ല ഏറ്റവും കൂടുതൽ സൈഡിലിരിപ്പുണ്ട്. ആൻഡ് അപ്പുറത്ത് റോയൽ എൻഫീൽഡിൻ്റെ വലിയൊരു ടീം വന്നിട്ടുണ്ട് കേട്ടോ. അവരാണ് ആ ഫ്ലാഗൊക്കെ പറത്തുന്നത്. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലാഗ് ചെയ്ത് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. ആൻഡ് കാണാം RX 100ൻ്റെ ഒരു ഗ്യാങ് വരുന്നുണ്ട്. നല്ലൊരു മനസ്സിന് സന്തോഷം തന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇത്രത്തോളം RX 100 ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്കും നല്ല ഫീൽ കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ പൊട്ടിച്ച് വരുന്നുണ്ട്. ഫുൾ സ്മോക്കാണ്. ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് 2 സ്ട്രോക്ക് ബൈക്കിൻ്റെ. ഒരു RD ഉണ്ട് കേട്ടോ അവരുടെ. ജിപ്സി ഉണ്ട് കേട്ടോ. ജിപ്സിയിലാണ് ഫ്ലാഗൊക്കെ വെച്ചിരിക്കുന്നത്, നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വെട്ടുകാട് വഴി തുമ്പയിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വീണ്ടും കറങ്ങി നേരെ കഴക്കോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഹൈവേ വഴി നേരെ വെൺപാലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ആൻഡ് ഓൾ ടുഗെദർ ഇതൊരു നല്ല റൈഡായിരുന്നു കേട്ടോ. ബിക്കോസ് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് റൈഡാണ്, ബട്ട് സ്റ്റിൽ ഒരുപാട് പുതിയ ആൾക്കാരെ കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി, പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി, ഒരുപാട് പുതിയ സൂപ്പർ ബൈക്സ് കാണാൻ പറ്റി. അതും ഞാൻ പല സമയത്തും ഇതുപോലെ റിവ്യൂസിലും വീഡിയോസിലൊക്കെ കാണുന്ന ബൈക്സ് നേരിട്ട് കുറച്ച് സമയം അതുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നല്ലൊരു കാര്യമാണ്. ആൻഡ് ഓൾസോ നമ്മളെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ അടുത്തോട്ട് നമ്മൾ കുറച്ച് നമ്മളെ തന്നെ ഒന്ന് എക്സ്പോസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കുള്ള ദൂരം കുറയും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞധികം കത്തിയിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഫ്യൂച്ചറിൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്കമിങ് ഒരുപാട് സൂപ്പർ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡായിട്ട് ഇരിക്കുക, നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പോകുന്നത് C800 ആണ്. ടെയിൽ ലാമ്പ് നൈസാണ് കേട്ടോ. 2 Z ആണ് അതിൻ്റെ ടെയിൽ ലാമ്പ്.
അത് മാത്രമല്ല എൻ്റെ എക്സോസ്റ്റ് നൈസായിട്ട് കേൾക്കാം. അപ്പോൾ അതും കേട്ട് അങ്ങനെ ആ ഒരു സുഖത്തിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അങ്ങനെ ഫൈനലി ഞങ്ങളിപ്പോൾ ഫ്ലൈയിങ് ഈഗിൾ മോട്ടോർ ഹബിൽ തിരിച്ച് സേഫായിട്ട് എത്തിയിട്ടുണ്ട്, നല്ലൊരു റൈഡും കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ചു പോവാണ്. ഇവിടെ ഒരു റൈഡിംഗ് ഗിയർ ഷോപ്പ് മാത്രമല്ല, ഇവരുടെ ഒരു നല്ല കഫേയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലാണ് ആ കഫേ ഉള്ളത്. ഇപ്പോൾ നാളെ തിങ്കളാഴ്ചയാണ്, തിങ്കളാഴ്ച തൊട്ട് അത് ഫുള്ളി ഫങ്ഷണലാവുകയാണ്. ഇതാട്ടോ അവരുടെ കഫേ. ഒരു ചെറിയ കഫേയാണ്, അത്യാവശ്യം നല്ല ഡിഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക, ഈ മെനു ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നൈസ് ആംബിയൻസ് ആണ്, നമുക്ക് വരാൻ കുറച്ച് സമയം ഇരുന്ന് ചില്ല് ചെയ്യാനും എല്ലാം നൈസാണ്. പിന്നെ ഇത് മാത്രമല്ല, നമുക്കറിയാം മെയിനായിട്ട് താഴെ റൈഡിംഗ് ഗിയർ ഷോപ്പാണ്. ഇപ്പോൾ ഓൺ ആയതുകൊണ്ട് തന്നെ പല ഓഫേഴ്സും അവിടെ റണ്ണിങ് ആണ്. അപ്പോൾ എല്ലാവരും വന്നൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫ്ലൈയിങ് ഈഗിൾ. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.